യമനിലെ ജയിലിൽ വധശിക്ഷ കാത്ത് കഴിയുന്ന മലയാളി നഴ്സ് നിമിഷ പ്രിയയുടെ വിഷയത്തിൽ പുതിയ വഴിത്തിരിവുകൾ. നിമിഷയുടെ വധശിക്ഷ എത്രയും വേഗം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് അബ്ദുൽ ഫത്താഹ് ഈ ആവശ്യം ഉന്നയിച്ചത്. വധശിക്ഷ നടപ്പാക്കാൻ പുതിയ തീയതി നിശ്ചയിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇയാൾ അറ്റോർണി ജനറലിനെ സമീപിച്ചു. ഈ കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾക്കും തയ്യാറല്ലെന്നും ദിയാധനം സ്വീകരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നേരത്തെ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിയതിന് പിന്നാലെ അബ്ദുൽ ഫത്താഹ് മഹദി തുടർച്ചയായി പ്രതികരണങ്ങൾ അറിയിച്ചിരുന്നു. ഫേസ്ബുക്കിലൂടെയായിരുന്നു ഇയാളുടെ പ്രതികരണങ്ങൾ. ദിയാധനം സ്വീകരിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമായിട്ടില്ലെന്നും വധശിക്ഷ നടപ്പാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. അടുത്തിടെ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയ തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഈ വാർത്തകൾ നിഷേധിച്ചും അബ്ദുൽ ഫത്താഹ് രംഗത്തെത്തിയിരുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയിട്ടില്ലെന്നും വധശിക്ഷ നടപ്പാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായും അബ്ദുൽ ഫത്താഹ് പ്രതികരിച്ചു. ജൂലൈ 16-ന് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നതാണ്. എന്നാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെ ഉള്ളവരുടെ ഇടപെടലിനെ തുടർന്ന് വധശിക്ഷ നീട്ടി. ഇതിനെ തുടർന്ന് കാന്തപുരം വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇതിനിടെ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ രണ്ട് തട്ടിലായി. ആക്ഷൻ കൗൺസിലിന്റെ ഒരു ഭാഗം അംഗങ്ങൾ സാമുവൽ ജെറോമിനെതിരെ ആരോപണങ്ങളുമായി രംഗത്തെത്തി. നിമിഷപ്രിയയുടെ മോചനത്തിനായി പിരിച്ചെടുത്ത $44,000 സാമുവൽ ജെറോം എന്ത് ചെയ്തുവെന്ന് അവർ ചോദിച്ചു. വധശിക്ഷ നീട്ടാൻ കാന്തപുരം ഇടപെട്ടെന്ന തരത്തിൽ പ്രചരിച്ച വാർത്തകൾ യമനിലെ ചർച്ചകൾക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചതായും ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ പറഞ്ഞിരുന്നു. അടുത്തിടെ കാന്തപുരത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന ഒരു പോസ്റ്റ് പങ്കുവച്ചെങ്കിലും അത് പിന്നീട് പിൻവലിച്ചിരുന്നു. ഇതിന് പിന്നാലെ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയിട്ടില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ രംഗത്തെത്തി. ഇത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായ നിമിഷപ്രിയ ജോലിയുടെ ഭാഗമായിട്ടാണ് യമനിലെത്തിയത്. 2017-ലാണ് യമൻ പൗരനായ തലാല അബ്ദു മഹദി കൊല്ലപ്പെട്ടത്. നിമിഷപ്രിയയുടെ വീട്ടിൽ ക്ലിനിക് തുടങ്ങാൻ തലാലുമായി ചേർന്ന് നടത്തിയ ശ്രമങ്ങളാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചത്. തലാലിനെ തലകറങ്ങി വീഴ്ത്താൻ അനസ്തേഷ്യ മരുന്ന് കുത്തിവെച്ച ശേഷം കഴുത്തിൽ കുത്തി കൊലപ്പെടുത്തി എന്നാണ് കേസ്. നിമിഷപ്രിയയുടെ ഭർത്താവും കുട്ടികളും കേരളത്തിൽ തന്നെയായിരുന്നു. ഈ കൊലപാതകത്തിന് ശേഷം തലാലിന്റെ കുടുംബത്തെ നേരിൽ കണ്ട് മോചനം സാധ്യമാക്കാൻ നിമിഷപ്രിയയുടെ കുടുംബം ശ്രമിച്ചെങ്കിലും ഫലം കണ്ടിരുന്നില്ല. അബ്ദു മഹദി ഉൾപ്പെടുന്ന ഗോത്രത്തിന്റെ തലവന്മാരുമായി ചർച്ചകൾ നടത്തിയെങ്കിലും അതും പരാജയപ്പെട്ടു. ഇതിന് പിന്നാലെയാണ് കാന്തപുരത്തിന്റെ ഇടപെടലും വധശിക്ഷ നീട്ടാനുള്ള നടപടികളും ഉണ്ടായത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ എന്താണെന്ന് വ്യക്തമല്ല. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിയതോടെ ഇവർക്ക് മോചനം സാധ്യമാവുമോ എന്ന പ്രതീക്ഷയിലാണ് കുടുംബം. എന്നാൽ തലാലിന്റെ സഹോദരന്റെ പുതിയ നീക്കങ്ങൾ ഈ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാവുമോ എന്ന് കണ്ടറിയണം.